ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ പ്രോബ്ലംസും ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് മാത്രമുള്ള വീഡിയോ അല്ല കേട്ടോ, ആൻസർ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ജാനുവരി ഫെബ്രുവരിയിലൊക്കെ അടിപൊളി റിവിഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ അതൊന്നും മിസ്സാകരുത്. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ഫൈൻഡ് ദി പ്രൊഡക്റ്റ് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്. ഗുഡ് എക്സ് നോക്കേ വേണ്ട. ചിലപ്പോൾ ഇത് ഗുഡ് 1 എന്നായിരിക്കും തരുന്നത്, അത് നിങ്ങൾ നോക്കേ വേണ്ട. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എക്സ്ട്രാ ഒരു കോളം കൂടി വരയ്ക്കുക, MOC. എന്നിട്ട് ആദ്യത്തേതിലൊന്നും വേണ്ട. 10ൽ നിന്ന് 8 വരുമ്പോൾ എത്ര കുറവ് വന്നു? 2. 8 6 ആയപ്പോൾ എത്ര കുറവ് വന്നു? 2. 6 4 ആയപ്പോൾ എത്ര കുറവ് വന്നു? 2. 4 2 ആയപ്പോൾ എത്ര കുറവ് വന്നു? 2. 2 0 ആയപ്പോൾ എത്ര കുറഞ്ഞു? 2. ആ ഒരു ഗുഡ് വൈകിൽ വരുന്ന വ്യത്യാസമാണ് MOC. അത് വെച്ചിട്ട് നമ്മളോട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല എളുപ്പമാണ്. ഞാനത് ഇവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, ഗുഡ് എക്സ് നമ്മൾ ഇവിടെ കാണിക്കും. ഗുഡ് എക്സ് ഇവിടെ നമ്മൾ ഗുഡ് വൈ കാണിക്കും. ഓക്കെ, ദെൻ 0. ഇവിടെ നമ്മൾ 0 1 2 3 4 5 6. ഇവിടെയാണെങ്കിലോ 2 4 6 8 10 എന്ന് പറഞ്ഞ് കൊടുത്തു. 0 ആയിരിക്കുമ്പോൾ 10, ഇവിടെ 0 ആയിരിക്കുമ്പോൾ 10 ദാ. ദെൻ 1 ആയിരിക്കുമ്പോൾ 8, 1 ആയിരിക്കുമ്പോൾ 8, 2 ആയിരിക്കുമ്പോൾ 6, 2 ആയിരിക്കുമ്പോൾ 6, 3 ആയിരിക്കുമ്പോൾ 4, 4 ആയിരിക്കുമ്പോൾ 2, 5 ആയിരിക്കുമ്പോൾ 0. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടി. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ചോദ്യം വന്നാൽ എളുപ്പത്തിൽ എഴുതാമല്ലോ. ഓക്കെ, ദെൻ അടുത്ത ചോദിച്ചിരിക്കുന്നത്, നമുക്കിവിടെ PPC തന്നിട്ടുണ്ട്. PPC തന്നിട്ട് വാട്ട് ഡസ് പോയിന്റ് AB ആൻഡ് C ഡിനോട്ട്. AB എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? A കാണിക്കുന്നത് കർവിൻ്റെ താഴെയല്ലേ, സോ ഇത് കാണിക്കുന്നത് ഇൻഎഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാത്തതാണ് അവിടെ കാണിക്കുന്നത്. ദെൻ ഇവിടെയാണെങ്കിലോ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗമാണ്, എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് അവിടെ കാണിക്കുന്നത്. ദെൻ അടുത്തത് മുകളിലെ പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങളുടെ വളർച്ചയാണ് നമുക്കവിടെ കാണിക്കുന്നത്. പ്രൈസ് ഓഫ് ഗുഡ് 2 ആണെന്നും തന്നിട്ടുണ്ട്. ബഡ്ജറ്റ് സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ആദ്യം നമുക്ക് 0 0 കൊടുക്കാം. പിന്നെ ആലോചിക്കുക, ഇത് മാത്രം ആലോചിക്കുക. അതായത് 12 രൂപ കയ്യിലുണ്ട്, അതിൽ 4 രൂപയുടെ സാധനം മാക്സിമം നമുക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും? 4 8 12, 3 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 3 0 വരെ എഴുതാം. 1 0 2 0 3 0 എഴുതാം. ഇനി ഇത് രണ്ടാമത്തെ ഗുഡ് 2 അല്ലേ. കയ്യിൽ 12 രൂപ ഉണ്ടെങ്കിൽ 2 രൂപയുടെ സാധനം മാക്സിമം എത്ര എണ്ണം വാങ്ങിക്കാം? മാക്സിമം ഒരു 6 എണ്ണം വാങ്ങിക്കാം. അപ്പോൾ 6 വരെ എഴുതാം. അത് 0 1 എന്ന് പറഞ്ഞിട്ട് എഴുതണം. 0 1 0 2 0 3 0 4 0 5 0 6 അങ്ങനെ എഴുതി. ഇനി നമ്മുടെ കയ്യിൽ 12 രൂപ ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിനെ മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാമല്ലോ. 4 രൂപയുടെ സാധനം ഒരെണ്ണം വാങ്ങിക്കാം, 2 രൂപയുടെ സാധനം ഒരെണ്ണം വാങ്ങിക്കാം. അപ്പോൾ 1 1. 4 രൂപയുടെ സാധനം ഒരെണ്ണം, 2 രൂപയുടെ സാധനം 2 എണ്ണം വാങ്ങിക്കാമല്ലോ. അപ്പോൾ 8 രൂപ ആയിട്ടുള്ളൂ. 4 രൂപയുടെ സാധനം ഒരെണ്ണം, 2 രൂപയുടെ സാധനം 3 എണ്ണം വാങ്ങിക്കാമല്ലോ. അപ്പോൾ 3 2 6, 6 4 10, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ 4 രൂപയുടെ സാധനം ഒരെണ്ണം, പിന്നെ 2 രൂപയുടെ സാധനം 4 എണ്ണം വാങ്ങിച്ചൂടെ? 4 × 2 8ആയി. പിന്നെ 4 രൂപ, അങ്ങനെ ഇങ്ങനെ എഴുതാം. പിന്നെ ഇനി പറ്റില്ല. പിന്നെ വേണമെങ്കിൽ 2 2 പറ്റും. അതായത് ഇവിടെ 8 രൂപയായി, ഇവിടെ 4 രൂപയായി, 8 4 12ആയി. ഇത്രേ പറ്റുള്ളൂ. ഇതെല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? P1 x1 + P2 x2 = M എന്നാണ്. അതിൽ P1 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4. സോ 4x1 + P2 2x2 = M12. ഇനി ബഡ്ജറ്റ് ഇത് വേണ്ട, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും സ്ലോപ്പും കാണാൻ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ M/P1 അല്ലേ. M 12 ആണ്, P1 4 ആണ്, അപ്പോൾ 3.
ദെൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനോ m/p2. m 12 ആണ്, p2 2 ആണ്, സോ 6. അപ്പോൾ 6ഉം 3ഉം ആണ് എന്ത് വരുന്നത്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും. സ്ലോപ്പ് കാണാനോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -p1/p2 ആണ്, അതായത് -4/2 ഈക്വൽ ടു -2. ഇതാണ് സ്ലോപ്പ് വരുന്നത്. ഇനി നമ്മളോട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഒന്ന് വരയ്ക്കാമേ. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് വേണം. ഇവിടെയാണ് ഗുഡ് 1 നമ്മൾ കാണിക്കുന്നത്, ഇവിടെയാണ് ഗുഡ് 2 നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുക 1 2 3 4 5 6 7 8. ഇവിടെ 2 4 6 8 10 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ദെൻ നമ്മൾ 10 12 14 ഒക്കെ മാർക്ക് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചത് 3 ആയിരുന്നു, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചത് 6 ആയിരുന്നു. സോ 3ഉം 6ഉം കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ചെയ്താൽ 4x1 + 2x2 = 12. ഇതായി ബഡ്ജറ്റ് ലൈൻ. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇഫ് ഇൻകം ഇൻക്രീസസ്, ഇൻകം 16 രൂപയായാൽ പ്രൈസിൽ ഒരു മാറ്റം ഇല്ല, അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ എന്താണ്, പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണണം 16/4. അപ്പോൾ എത്ര കിട്ടും, 4. ഇതാണ് പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റോ 14/2 8 ആകും. ഇവിടെ 8 വന്നു. അത് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ പുതിയ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, 4x1 + 2x2 = 12 എന്നുള്ളത് മാറി 16 ആണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് ഡിമാൻഡ് കർവ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡേറ്റ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഡേറ്റ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡേറ്റ എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഡിമാൻഡ് കർവ് വരയ്ക്കാൻ നമ്മൾ ഒരു ടേബിൾ വരയ്ക്കണം. ഓക്കെ, ടേബിളിൽ ആദ്യത്തെ ടേബിളിൽ നമ്മൾ പി എന്ന് കൊടുക്കുക. ഇവിടെയാണ് പ്രൈസ്, ഇവിടെയാണ് ഡിമാൻഡ്. ഇത് മതി. 8 - 2p എന്നുള്ളത് നമുക്ക് മതി. പിന്നെ പ്രൈസ് 4 എന്നല്ലേ, അപ്പോൾ 0 1 2 3 4 എന്നും കൊടുക്കാം. എന്നിട്ട് ഇക്വേഷനിൽ ഈ പിയുടെ 4 ആക്കാം. അപ്പോൾ എന്താവും, 8 - 2 × 4. അപ്പോൾ എന്തായി, 0 ആക്കാം. ഇവിടെ 0 ആണല്ലോ. 8 - 0 8. ഇനി 8 - 2 × 1 ആക്കാം. അപ്പോൾ 8 - 2 = 6. പിന്നെ 8 - 2 × 2 ആക്കാം. അപ്പോൾ എന്തായി, 8 - 4 = 2. then 8 - 2 × 3 ആക്കാം. അപ്പോൾ എന്തായി, 8 - 6 = ഇവിടെ 4. 8 - 6 = 2. then 8 - 2 × 4 ആക്കാം. അപ്പോൾ 8 - 8 = 0. അതായത് പ്രൈസ് 0 ആകുമ്പോൾ ഡിമാൻഡ് 8, പ്രൈസ് 1 ആകുമ്പോൾ ഡിമാൻഡ് 6. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു ഡിമാൻഡ് കർവ് വരച്ചാൽ മതി. അപ്പോൾ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ അറിയാമായിരിക്കുമല്ലോ. എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ പ്രൈസ് കൊടുക്കുക. ഇവിടെ താഴെ വേണം പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മുകളിൽ വേണം ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് 0 ആകുമ്പോൾ ഡിമാൻഡ് 8. ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതാണ് അതിൻ്റെ ഡിമാൻഡ് കർവ്. ദെൻ ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ പ്രൈസിന് P0 എന്ന് കൊടുക്കുക, ആദ്യത്തെ ക്വാണ്ടിറ്റീന് Q0 എന്ന് കൊടുക്കുക, രണ്ടാമത്തെ പ്രൈസിന് P1 എന്ന് കൊടുക്കുക, രണ്ടാമത്തെ ക്വാണ്ടിറ്റിക്ക് Q1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു P0/Q0 × ΔQ/ΔP. അല്ല, ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റ Q കാണാനേ Q1 - Q0 ചെയ്താൽ മതി. Q1 എത്രയാ, 10 മൈനസ് Q0 എത്രയാ, 15. അപ്പോൾ -5. ഇനി ഡെൽറ്റ P കാണാം. ഡെൽറ്റ P കാണാൻ P1 - P0 ചെയ്താൽ മതി. P1 എത്രയാ, 30. P0 എത്രയാ, 20. അപ്പോൾ 10. ഇനി ചെയ്യാലോ, P0/Q0, അതായത് 20/Q0 എത്ര, 15. 20/15 ഇൻറ്റു ΔQ/ΔP. ΔQ -5 ആണ്, ΔP 10 ആണ്. അപ്പോൾ -100/150 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0.66 കിട്ടും. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
ഇനി എം പിയും എ പിയും കാണാൻ. എം പി എ പിയും കാണാൻ വേണ്ടി വളരെ സിമ്പിളാണ്. എം പി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ടി പിയിൽ വന്ന വ്യത്യാസം എടുത്താൽ മതി. ആദ്യമില്ല. ദെൻ 0 ആയിരുന്നത് 15 ആയി, 15 ആയിരുന്നത് 35 ആയി, അപ്പോൾ എത്ര ചേഞ്ച് വന്നു, 20. 35 ആയത് 50 ആയി, അപ്പോൾ എത്ര ചേഞ്ച് വന്നു, 15. ദെൻ 50 ആയിരുന്നു 48 ആയപ്പോൾ 2 ചേഞ്ച് ആയത്. ദെൻ അതേപോലെ തന്നെ 48 ആയിരുന്നു 30 ആയപ്പോൾ 10 ചേഞ്ച് വന്നത് അല്ലേ. അങ്ങനെ ചേഞ്ചസ് വന്നു. അപ്പോൾ ഇതാണ് എന്താ മാർജിനൽ പ്രോഡക്റ്റ് എം പി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ എ പി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എടുത്താൽ മതി. 50 ആദ്യത്തേതില്ല, 15/1 15, 35/2 17.5, 50/3 16.66, then 48 divided by 4 12, then 38 divided by 5 7.6. അങ്ങനെ കണ്ടുപിടിച്ചാൽ എ പി ഐ. ഇനി ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി സി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും എഫ് സിയും ടി വി സിയും ആഡ് ചെയ്താൽ മതി. TFC പ്ലസ് TVC 60 100 120 130 160 220 അങ്ങനെ പോകും. AFC കാണാൻ എന്ത് ചെയ്താൽ മതി, TFC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. ആദ്യത്തേതില്ല 60/1 60, 60/2 30, 60/3 20, 60/4 15 അങ്ങനെ എഴുതി പോകാം. AVC കാണാൻ TVC ഡിവൈഡഡ് ബൈ Q ചെയ്താൽ മതി. TVC ആദ്യം 40/1 40, 60/2 30, 70/3 23.33, 100/4 25 അങ്ങനെ ചെയ്തു പോകാം. ഈ SAC കാണാൻ TC കുറച്ചാൽ മതി. TCQ മൈനസ് TCQ -1 TC കുറച്ചാൽ മതി. ആദ്യത്തേതിലൊന്നുമില്ല. 60 ആയിരുന്നു 100 ആയപ്പോൾ 40 ചേഞ്ച് വന്നു. 100 ആയത് 120 ആയപ്പോൾ 20 ചേഞ്ച് വന്നു. 120 130 ആയപ്പോൾ 10 ചേഞ്ചായി. 130 160 ആയപ്പോൾ 30 ചേഞ്ചായി. അങ്ങനെ ചേഞ്ച് എഴുതിയാൽ മതി. ഇനി SAC മാറിപ്പോയി, സോറി, വെരി സോറി. SAC എന്ന് പറഞ്ഞാൽ അതല്ല. SAC കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ SMC കാണാൻ TCQ മൈനസ് TCQ -1 TC കുറച്ച് എഴുതാം. 60 ആയിരുന്നു 100 ആയപ്പോൾ 40, 100 ആയത് 120 ആയപ്പോൾ 20, 20 130 ആയപ്പോൾ 10, 130 160 ആയപ്പോൾ 30 അങ്ങനെ ചേഞ്ചസ് വന്നു. SAC കാണാൻ TC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. ആദ്യത്തേതിലില്ല. പിന്നെ 100/1 100, 120/2 60, 130/3 43.33, ദെൻ 160/4 അങ്ങനെ എന്ത് ചെയ്താൽ മതി, TCനെ ഡിവൈഡ് ചെയ്താൽ മതി 40. അപ്പോൾ നമുക്ക് SAC കിട്ടും കേട്ടോ. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. സോ നോക്കാം. when the output is 10 unit total cost is 400, then when the output is 15 total cost is 480. മാർജിനൽ കോസ്റ്റ് കാണാൻ ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q ചെയ്താൽ മതി. ടോട്ടൽ കോസ്റ്റിൽ വന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച്. 400 ആയിരുന്നു 480 ആയി, അപ്പോൾ ചേഞ്ച് 80 ആണ്. ക്വാണ്ടിറ്റി 10 ആയിരുന്നു 15 ആയെന്ന് പറഞ്ഞപ്പോൾ 5 ആണ്. സോ 80 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 16 ആണ് മാർജിനൽ കോസ്റ്റ്. പിന്നെ MR ARും ഫില്ല് ചെയ്യാൻ, അത് ആ MCയും ACയും ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. MR നോക്കിയേ, TRൽ വരുന്ന ചേഞ്ചാണ് MR. ആദ്യം ഒന്നുമില്ല. 0 ആയിരുന്നത് 8 ആയപ്പോൾ 8, 8 ആയത് 16 ആയി 8, 16 24 ആയപ്പോൾ 8, 24 32 ആയപ്പോൾ 8, 32 40 ആയപ്പോൾ 8. അതാണ് മാർജിനൽ റവന്യൂ. ആവറേജ് റവന്യൂ കാണാൻ ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. 8/1 8, 16/2 8, 24/3 8, 32/4 8, 40/5 8 തന്നെ. ഇത് സപ്ലൈ ഫംഗ്ഷൻ തന്നിട്ട് സപ്ലൈ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ എടുത്താൽ മതി. പ്രൈസ് ഇവിടെ ശ്രദ്ധിക്കണം. ഡിമാൻഡിൽ നമ്മൾ 5 വരെ എടുത്തു, സപ്ലൈയിൽ നമ്മൾ 5 മുതൽ എടുക്കണം. അപ്പോൾ P5ൽ നിന്ന് തുടങ്ങണം. 5 6 7 8 9 ഇഷ്ടമുള്ളത്ര എഴുതാം. എന്നിട്ട് സപ്ലൈയുടെ ഇക്വേഷൻ S = 2P - 10. Pൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്താകും, 2 × 5 - 10, 10 - 10 0. ഇനി 6 ആകുമ്പോൾ 2 × 6 - 10, 12 - 10 2. ഇനി 7 ആകുമ്പോൾ 2 × 7 - 10, 14 - 10 4. അങ്ങനെ വരും. അങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ വരയ്ക്കേണ്ടത് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ വെൻ പ്രൈസ് ഇൻക്രീസസ് ഫ്രം 10 to 15, ആദ്യത്തെ പ്രൈസ് P0, രണ്ടാമത്തെ പ്രൈസ് P1, ആദ്യത്തെ ക്വാണ്ടിറ്റി Q0, രണ്ടാമത്തെ ക്വാണ്ടിറ്റി Q1. നമ്മൾ ആ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൽ ഇതൊന്നും നമുക്ക് വേണ്ട. ഇതും ഡിമാൻഡിനെയും സപ്ലൈനെയും പറ്റി പറയുന്ന കാര്യം നമുക്ക് മതി. നോക്കിയേ, 40 - 5P = 5 + P എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. ലെറ്ററിനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, നമ്പറിനെയൊക്കെ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ -5P ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഈ P ഇവിടെ നിന്ന് വരുമ്പോൾ മൈനസ് ആകും, -P. ഇനി 5 അവിടെ ഉണ്ട്, ഈ 40 അങ്ങോട്ട് പോകുമ്പോൾ -40 ആകും. സോ -5P -P എങ്ങനെയാണ്? ഒരേ മൈനസ് വരുമ്പോൾ -6P ആവും. നമ്മളത് ആഡ് ചെയ്യണം അല്ലേ. 5 - 40 എത്രയാണ്? 35. അപ്പോൾ 6P എന്ന് പറയുന്നത് -6P എന്ന് പറയുന്നത് -35 ആണെങ്കിൽ therefore 6P എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ therefore P എത്രയാണ്? 35/6. 35/6 = 5.833 ആണ് പ്രൈസ്. നമുക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ടാണ് മിസ് ഇത്രയും സ്പീഡിൽ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ പ്രൈസ് 5.83 എന്നുള്ളത് ഈ ഇക്വേഷനിലും ഇട്ടാൽ മതി. ഇപ്പോൾ QS = 5 + P എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് 5 + 5.83 എന്ന് ഇടാം. അപ്പോൾ എന്ത് കിട്ടി? 10.83. സോ ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇത്രയുമാണ് മാക്രോ എക്കണോമിക്സിലെ പ്രോബ്ലംസ്. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ, മാക്രോ അല്ല മൈക്രോ എക്കണോമിക്സിലെ പ്രോബ്ലംസ്, ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. വീഡിയോ ഹെൽപ്ഫുൾ ആയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്